നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിലെ QR കോഡ് പ്രശ്നം യാത്രക്കാർക്ക് വീണ്ടും പ്രയാസം സൃഷ്ടിക്കുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വീണ്ടും കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ചെന്നൈയിൽ നിന്നെത്തിയ വിമാനത്തിലെ ഏതാനും യാത്രക്കാർക്ക് മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കഴിയേണ്ടി വന്നു. എല്ലാവരും ഒരേ ലാബിൽ നിന്ന് ടെസ്റ്റ് നടത്തിയവരാണ്. ബഹ്റൈൻ എമിഗ്രേഷനിൽ QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ PDF രൂപത്തിൽ ലഭ്യമായിരുന്നില്ല. ഇതേ തുടർന്ന് രാത്രി വിമാനത്താവളത്തിലെത്തിയ ഇവർക്ക് തിങ്കളാഴ്ച രാവിലെ നാട്ടിൽ ലാബ് തുറക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ലാബ് അധികൃതർ QR കോഡ് പ്രശ്നം പരിഹരിച്ച ശേഷമാണ് ഇവർക്ക് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി യാത്രക്കാർക്ക് സമാന പ്രശ്നം നേരിടേണ്ടി വന്നിരുന്നതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ലാബിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ രൂപത്തിൽ തന്നെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കണമെന്നാണ് എമിഗ്രേഷൻ അധികൃതർ ആവശ്യപ്പെടുന്നത്. PDF രൂപത്തിലല്ലാതെ കേവലം പരിശോധനാ വിവരങ്ങൾ മാത്രമാണ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നതെങ്കിൽ അധികൃതർ യാത്രക്കാരന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തു വരുന്നത്. യാത്രക്കാർ നാട്ടിൽ നിന്ന് തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് നിശ്ചിത രൂപത്തിലാണെന്ന് ഉറപ്പാക്കുകയാണ് ഇതിനുള്ള ഏക പരിഹാര മാർഗം എന്നത്. PDF രൂപത്തിലല്ലെങ്കിൽ ലാബിൽ ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് എന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസിയും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലാബിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ QR കോഡ് ഇല്ലാതിരിക്കുക, QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയാതിരിക്കുക, സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് നിശ്ചിത രൂപത്തിലല്ലായിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി ഇന്ത്യൻ എംബസി അറിയിപ്പിൽ പറയുകയുണ്ടായി. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാട്ടിൽ നിന്ന് തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് നിശ്ചിത രൂപത്തിലാണെന്ന് ഉറപ്പാക്കണമെന്ന് അറിയിപ്പിൽ നിർദ്ദേശിച്ചു. അതേസമയം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 48 മണിക്കൂറിനുള്ളിൽ ICMR അംഗീകൃത ലാബിൽ നടത്തിയ പരിശോധനയുടെ സർട്ടിഫിക്കറ്റാണ് യാത്രക്കാർ ഹാജരാക്കേണ്ടത്. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ നിബന്ധന ബാധകമാണ്. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൽ QR കോഡ് നിർബന്ധം. സ്കാൻ ചെയ്യുമ്പോൾ PDF രൂപത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കണം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് ഉറപ്പാക്കിയിരിക്കണം. വേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആണ്. 6 വയസ്സിന് മുകളിലുള്ളവർക്ക് നിബന്ധന ബാധകമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.